നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിനായി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. ഞാൻ വായിക്കാം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞു തരിക. മഗ്ദലക്കാരത്തി മറിയ അവൾ യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ കാണുവാൻ വേണ്ടി അവൾ ചെല്ലുകയാണ്. ആ യേശുവിന്റെ അടുത്ത് അവൾ ചെന്നപ്പോൾ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മഗ്ദലക്കാരത്തി മറിയ മാത്രമാണ് അവിടെ വിശ്വസിച്ചത് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. കർത്താവ്, അവന്റെ ശിഷ്യന്മാര് ആരും അവിടെ ഇല്ലായിരുന്നു. യേശുവിനെ പ്രസവിച്ച യേശുവിന്റെ അമ്മയായ മറിയ അവിടെ ഇല്ലായിരുന്നു. ആരുമില്ലായിരുന്നു. ആ മഗ്ദലക്കാരത്തി മറിയ അവൾ എന്താണ്, അവളുടെ ആ സ്നേഹം ഏറ്റവും വലിയ സ്നേഹമാണ് ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഉണ്ടായത്. കാരണം അവളുടെ ജീവിതത്തിലേക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അവൾ പറയുകയാണ്, ഞാനൊരു ഭ്രാന്തിയായിരുന്നു, എനിക്ക് മാനസിക രോഗമായിരുന്നു, 7 ഭൂതങ്ങൾ ബാധിച്ച് ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ആ 7 ഭൂതങ്ങൾ ബാധിച്ച എനിക്ക് സൗഖ്യം നൽകിയ ഒരു നാഥനുണ്ടല്ലോ. ആ നാഥന്റെ ആ സ്നേഹം, ആ വലിയ സ്നേഹത്തെ ഞാൻ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വലിയ സ്നേഹത്തെ അവൾ ഓർത്തപ്പോൾ അവൾക്ക് പേടിയില്ല. ആ വലിയ സ്നേഹം അവളുടെ പേടിയെ അകറ്റിക്കളഞ്ഞു. റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ആ രാത്രി സമയത്ത്, ആ രാത്രി ഒരു സ്ത്രീ, ആരോഗ്യവതിയായ ഒരു സ്ത്രീ തരിച്ച് വേറെ ആരുമില്ലാത്തപ്പോൾ അവൾ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച്, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൾ ആ വലിയ സ്നേഹത്തോടെ ആ യേശുവിനെ അടക്കം ചെയ്ത ആ സ്ഥലത്തിലേക്ക് അവൾ ചെല്ലുകയാണ്. അതാണ് അവളുടെ ആ വലിയ സ്നേഹം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മള് അമിതമായ സ്നേഹം നമുക്ക് ഭയത്തെ മാറ്റിക്കളയുന്നു. ഇവൾക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. രാത്രി എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? പട്ടാളക്കാരുടെ നടുവിലേക്ക് ഒരു ആരോഗ്യവതിയായ സ്ത്രീ ഇറങ്ങിച്ചെല്ലുന്നത് അതിന്റെ അപകടത്തെ ഒന്നും അവൾ ഓർക്കാതെ ആ ദൈവത്തിന്റെയോടുള്ള അവളുടെ ആ സ്നേഹത്തെ ഓർത്ത് അവൾ രാത്രി അവൾ യേശുവിനെ കാണുന്നതിന് വേണ്ടി അവൾ ഇറങ്ങി തിരിച്ച് ചെല്ലുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ നന്മകൾ ചെയ്ത ആ ദൈവത്തോട് നമ്മൾ ഇതുപോലെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുമോ? ഈ ശിഷ്യന്മാരാരും വിശ്വസിച്ചില്ല. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവരാരും വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയ അവൾ പറയുകയാണ്, ഞാനൊരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തെ എനിക്ക് മറക്കുവാൻ കഴിയില്ല. അവന്റെ പാദപീഠത്തിൽ എനിക്ക് ഇരിക്കാതിരിക്കുവാൻ കഴിയില്ല. അവൻ പറഞ്ഞത് ഒരു പോഷനെ പോലെ, ഞാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ അമിതമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അവൾ യേശുവിന്റെ അടക്കം ചെയ്തെടുത്ത് വന്നിട്ട് അവൾ യേശുവിനെ അന്വേഷിക്കുകയാണ്. ആദ്യം അവൾ പറയുകയാണ്, മറിയ കല്ലറയ്ക്കന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നത് അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നു കണ്ടു. അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്താ എന്ന് ചോദിച്ചു. ഒന്ന് ദൂതന്മാർ ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? രണ്ടാമത്, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവൻ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ലതാനും. വീണ്ടും അവൾ തിരികെയാണ്. അവളുടെ ആ സ്നേഹം നോക്കിയേ, അമിതമായ ആ സ്നേഹം അവളുടെ ജീവിതത്തിലേക്ക് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാനൊരു ഭ്രാന്തിയായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാതിരിക്കുവാൻ കഴിയില്ല. യേശുവോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ച് എന്ന് പറഞ്ഞു തരിക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയി കൊള്ളാം എന്ന് പറഞ്ഞു. യേശു അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റുബോനി എന്ന് പറഞ്ഞു. അതിന് ഗുരു ഉയർന്ന അർത്ഥം. യേശുവോട്, എന്നെ തുടരുത്. ഹല്ലേലൂയ. യേശുവിനെ അന്വേഷിച്ച് ചെന്ന അവളോട് യേശു പറയുകയാണ്, മകളെ, നീ കരയണ്ട.
കരയണ്ട എന്ന് യേശു പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് കരയണ്ട എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആ കരച്ചിൽ മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. ആൽഫയും ഒമേഗയുമായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ അടുത്ത് നമ്മൾ കരയുമ്പോൾ അതിന് ഒരു മറുപടി ഉണ്ട്. ആ ഒരു മറുപടി അയക്കുന്നവനാണ് നമ്മുടെ ദൈവം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ ലാസറുടെ സഹോദരിമാരായ മാർത്തയും മറിയും, മറിയ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവൾ കരയുകയാണ്. ഹല്ലേലൂയ, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടു. അപ്പോൾ നമ്മൾ കരയുന്നത് യേശു കാണുമ്പോൾ ഉള്ളം നൊന്ത് കരയുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ, അമ്മയേക്കാൾ ഉപരിയായി, അപ്പനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ യേശു. നമ്മൾ കരയുമ്പോൾ, ഹല്ലേലൂയ, മറിയ കരയുന്നത് കണ്ടപ്പോൾ യേശു ഉള്ളം നൊന്ത് കരഞ്ഞു. അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചു. വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഇവിടെ യേശു നമ്മൾ കരയുമ്പോൾ, നമ്മൾ യേശുവിന് മുമ്പിൽ കരഞ്ഞപ്പോൾ അതിന് ഒരു മറുപടി ഉണ്ട്. യേശുവിന്റെ ഉള്ളിൽ യേശുവിന് മുമ്പിൽ നമ്മൾ കരയുമ്പോൾ അതിനൊരു മറുപടി ഉണ്ട്. അവളുടെ കരച്ചിലിന് മറുപടി ഉണ്ടായി. 4 നാളായ ലാസറെ ദൈവം ഉയർപ്പിച്ചതായിട്ട് നമ്മൾ അവിടെ കാണുകയാണ്. അവളുടെ കണ്ണുനീര് ദൈവം തുടച്ചു മാറ്റുകയാണ്. യേശു തുടച്ചു മാറ്റുകയാണ്. മനുഷ്യന് മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ല. യേശു കർത്താവ് ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ യേശുവിന്റെ മുമ്പിൽ നമുക്ക് കരയുവാൻ ഒരു മനസ്സുണ്ടോ? അങ്ങനെ നമ്മൾ കരയുവാൻ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കരച്ചിൽ തുടച്ചു മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എൽക്കാന എന്നവർക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് പെനീന എന്നും മറ്റവൾക്ക് ഹന്ന എന്നും പേര്. ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. ഹന്ന ദൈവത്തിന്റെ സന്നിധിയില്, ഹല്ലേലൂയ, അവൾ ഹന്ന ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹന്ന മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-ാം അധ്യായത്തില് ദൈവം ഹന്ന ദൈവത്തിന്റെ സന്നിധിയില് വളരെ കരയുകയാണ്. മനോവ്യസനത്തോടെ ദൈവത്തോട് കരയുകയാണ്. അവളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയില് അവൾ പകരുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയില് അവളുടെ ഹൃദയത്തെ പകർന്നപ്പോൾ ദൈവം അവളെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിച്ചു പറയുകയാണ്. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചു എന്ന് ഏലിക്ക് തോന്നി. പുരോഹിതനായ ഏലിക്ക് തോന്നി അവൾ ഒരു ലഹരി പിടിച്ച് ഇരിക്കുകയാണ്. പക്ഷേ അവൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ദൈവം അതിന് മറുപടി നൽകുന്ന ദൈവമാണ്. ഏലി അവളോട്, നീ ഇത്രത്തോളം ലഹരി പിടിച്ച് നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയാണ് ചെയ്തത്. അടിയനെ ഒരു നീചശ്രീയായി വിചാരിക്കരുതേ. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. പുരോഹിതന് മനസ്സിലായില്ല. അവളുടെ ഹൃദയം പകർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞത് ആ പുരോഹിതന് മനസ്സിലായില്ല. പക്ഷേ അവളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ ഹൃദയത്തെ അവൾ പകർന്നപ്പോൾ ദൈവം അവൾക്ക് ഒരു മറുപടി കൊടുക്കുകയാണ്, ഒരു ബാലനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ശൗമേൽ ബാലൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാരില് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ശൗമേൽ ബാലനെ ദൈവം അവൾക്ക് കൊടുത്തു. ഹല്ലേലൂയ. വളരെ പ്രസിദ്ധനായ ആ ശൗമേൽ ബാലനെ ദൈവം നമുക്ക് തരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടായിരിക്കും. ദൈവം നമുക്ക് തരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചോദിച്ച് നമ്മൾ മേടിക്കുമ്പോൾ അത് ഏറ്റവും പീഷ്യസ് ആണ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് കരയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് കരയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്.
ദൈവമാണ്. ദൈവം നമ്മൾ കരയുമ്പോൾ നമ്മോടൊപ്പം കരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹന്ന കരഞ്ഞപ്പോൾ ദൈവം അതിന് മറുപടി കൊടുത്തു. ഹല്ലേലൂയ. 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്നക്കാരത്തി മറിയ, ഹല്ലേലൂയ, അവൾ കരഞ്ഞപ്പോൾ യേശു അവളുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നതായിട്ട് നമ്മൾ അവിടെ കാണുകയാണ്. അവൾക്ക് ഒന്നേ ഉള്ളൂ, അവൾ ഒന്നേ പറയുന്നുള്ളൂ, ഹല്ലേലൂയ, ഞാൻ ഭ്രാന്തിയായി നടന്നവളാണ്, പക്ഷേ എനിക്ക് സുബോധം വരുത്തിയത് യേശുവാണ്. അവളെ ഓർക്കുമ്പോൾ എനിക്കൊന്നും എൻ്റെ എല്ലാ ഭയങ്ങളും മാറിപ്പോകുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഈ തന്ന നന്മകളെ ഓർത്താൽ അധികം നന്മ കിട്ടിയവര് അധികം യേശുവിനെ സ്നേഹിക്കണമെന്ന് യേശു നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതിന് യേശു ഒരു ഉദാഹരണം പറയുകയാണ്. ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, 50 വെള്ളിക്കാശ് 500 വെള്ളിക്കാശ് കടമുള്ള 2 പേരെ പറ്റി യേശുവോടെ പറയുകയാണ്. യേശു പറയുകയാണ്, അത് അവർക്ക് വീട്ടുവാൻ കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തന് 500 വെള്ളിക്കാശും ഒരുത്തന് 50 വെള്ളിക്കാശും കൊടുക്കുവാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായിരുന്നു. അവർക്ക് ഇരുവർക്കും ഇളച്ചു കൊടുത്തു. അവരിൽ ആരവനധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശീമോൻ പറഞ്ഞു അവനവരോട്, നീ വിധിച്ചത് ശരി തന്നെ. അധികം വിളച്ചു കിട്ടിയവർ, ഹല്ലേലൂയ, അധികം വിളച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കണം എന്നാണ് യേശു നമ്മെ 50 വെള്ളിക്കാശ് 500 വെള്ളിക്കാശ്, ആ 500 വെള്ളിക്കാശ് അടച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എത്രമാത്രം കിട്ടിയോ അതനുസരിച്ച് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കരയുവാൻ ഒരു മനസ്സുണ്ടോ? കരയുവാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. ഹല്ലേലൂയ. നയിലെ വിധവയ്ക്ക്, ഹല്ലേലൂയ, വിധവയുടെ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. അവൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ കരഞ്ഞപ്പോൾ യേശു അവളോട് പറയാണ് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നയീന്റെ വിധവ, ഹല്ലേലൂയ, നയിലെ വിധവ, അവൾക്ക് ഏകമകനായിരുന്നു. അവൻ മരിച്ചുപോയി. ഹല്ലേലൂയ. എല്ലാവരും കരഞ്ഞു. ഹല്ലേലൂയ. അവൾ കരയുന്നത് കണ്ടിട്ട് യേശു അടുത്ത് ചെന്ന് അവളോട് പറയുകയാണ് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മരിച്ചവർ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവളുടെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ദൈവമക്കളെ, ഈ വിധവ അവൾ മനുഷ്യന് മുമ്പിൽ കരഞ്ഞു. യാതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മുമ്പിൽ അവൾ ചെന്നപ്പോൾ യേശു അവൾക്ക് ആ കരച്ചിലിന്, ഹല്ലേലൂയ, ഒരു വിടുതൽ കൊടുത്തു. അവന്റെ മരിച്ച ഏകമകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, മനുഷ്യൻ മുമ്പിലല്ല നമ്മൾ കരയേണ്ടത്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ കരച്ചിൽ, ഹല്ലേലൂയ, നമ്മൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്നത് നമ്മുടെ പുരോഹിതന് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പകരുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെ നമ്മൾ പകരുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ എല്ലാം നോക്കുകയാണ്. അങ്ങനെ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ദാവീദ്, ഹല്ലേലൂയ, അപ്പനും അമ്മയ്ക്കും അത്ര ഇഷ്ടമല്ലാത്തവനായിരുന്നു ദാവീദ്. അവൻ വനത്തിൽ ആട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു സ്വഭാവമേ ഉള്ളൂ. യേശു യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ സഹോദരന്മാര് അവനേക്കാളും ശ്രേഷ്ഠനാണ്. തന്റെ സഹോദരന്മാര് ആ ലോകം നോക്കുമ്പോൾ ശക്തിയുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഈ ഒരു ആട്ടിടയന് അവന്റെ ജീവിതത്തിൽ, അവന്റെ സ്വപ്നത്തിൽ അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു രാജ്യത്തിന്റെ രാജാവാകണമെന്ന്, ഒരു
ഒരു ആട്ടിടയൻ ഒരിക്കലും ചിന്തിക്കില്ല. അവന്റെ ബുദ്ധിക്ക് അപ്പുറമാണത്. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കരുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അവന്റെ അപ്പനും അമ്മയ്ക്കും പോലും അവൻ രാജാവാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. യേശു അവനെ പൊക്കിയെടുക്കുകയാണ്, ദൈവം അവനെ പൊക്കിയെടുക്കുകയാണ്. കാരണം അവൻ ദൈവത്തെ അന്വേഷിച്ചു. മറ്റുള്ള മക്കൾ ദൈവത്തെ ഇവൻ അന്വേഷിച്ചതുപോലെ അന്വേഷിച്ചില്ല. ഇവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിന്റെ രാജാവാക്കി. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ മക്കൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് കൊടുക്കുന്നതിന് അവന്റെ കരങ്ങൾക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. ഹല്ലേലൂയ. പരിധിയില്ലാത്തവനാണ് ദൈവം. അൽഫയും ഒമേഗയുമാണ് ദൈവം. ആദിനും അന്ത്യനുമാണ് ദൈവം. ദൈവത്തിന്റെ കരങ്ങൾക്ക് പരിധിയില്ല. അവനൊന്ന് കൊടുക്കുവാൻ, അവനെ അന്വേഷിച്ചാൽ, അവന്റെ ആ ഭണ്ഡാരത്തെ തുറന്ന് അവൻ മക്കൾക്ക് ദാനം ചെയ്താൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവായി. ഹല്ലേലൂയ. ഏകദേശം 13-ാമത്തെ വയസ്സിലാണ് അവനെ ശൗമേൽ പ്രവാചകൻ വന്ന് അവനെ അഭിഷേകം ചെയ്തത്. നീണ്ട 17 വർഷക്കാലം അവൻ കാത്തിരുന്നു. 30-ാം വയസ്സിൽ അവൻ ഇസ്രായേലിന്റെ രാജാവായി. 40 വർഷം 70 വയസ്സ് വരെ അവൻ ഇസ്രായേലിന്റെ രാജാവായി ഇസ്രായേൽ രാജ്യത്തെ ഭരിക്കുകയാണ്. അവൻ യഹോവയായ ദൈവം അവനെ പറ്റി പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദിന്റെ ജീവിതത്തിൽ പല തെറ്റുകൾ പറ്റി. പക്ഷേ അവനത് 51-ാം സങ്കീർത്തനത്തില് അവൻ കരഞ്ഞ് ഹല്ലേലൂയ തെറ്റുകളെ കഴുകിക്കളഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തോട് അവൻ ചേർന്ന് നിന്നു. ഹല്ലേലൂയ നമ്മുടെ പാവങ്ങളെ ഹല്ലേലൂയ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ നമ്മൾക്ക് കരയുവാൻ ഒരു മനസ്സുണ്ടോ എങ്കിൽ നമ്മുടെ പാവങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എപ്പോഴും നമുക്ക് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ലൂക്കോസ് 22-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് കരയുന്നതായിട്ട് കാണാം. ഇന്ന് കോഴി കൂവുമ്പോ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുന്ന കർത്താവ് പറഞ്ഞ വാക്കോർത്ത് പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഇവിടെ പത്രോസ് അതിദുഃഖത്തോടെ കരയുന്ന ഒരു കാര്യമാണ് നാം അവിടെ കാണുന്നത്. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ് ഹല്ലേലൂയ ഞാൻ നിന്റെ കൂടെ മരിക്കുവാനും തയ്യാറാണ്. ഹല്ലേലൂയ. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല. ഞാൻ നിന്നോടുകൂടെ മരിക്കുവാൻ തയ്യാറാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ് ഇന്ന് കോഴി കൂവുമ്പ് ഹല്ലേലൂയ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിച്ചു നിൽക്കുന്നത് അവന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മുടെ കഴിവുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയില്ല. നമ്മുടെ കഴിവുകൊണ്ട് ഒരിക്കലും നമുക്ക് വിശ്വാസ ജീവിതത്തിന്റെ ഈ പോർക്കളത്തിൽ നിൽക്കുവാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകും, പലപ്പോഴും നമ്മൾ വീണുപോകും. പക്ഷേ അതിനെല്ലാം ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നമ്മൾ പറയേണ്ടത് കർത്താവേ എന്റെ കഴിവുകൊണ്ട് എനിക്കത് സാധ്യമല്ല. കർത്താവേ എനിക്ക് ഒരു കഴിവുമില്ല. നിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ നീ എന്നെ വേലിയിട്ട് സൂക്ഷിച്ചു എങ്കിൽ മാത്രമാണ് എനിക്ക് അതിന് കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് ശീമോൻ പത്രോസിന് പറയുകയാണ് ശീമോനെ സാത്താൻ നിന്നെ ഗോതമ്പോളെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ പത്രോസിനെ വീഴിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് എനിക്ക് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റണം, അവന്റെ വിശ്വാസം പോകുമോ എന്ന് എനിക്ക് നോക്കണമെന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മുടെ വിശ്വാസം പോകാതിരിക്കാൻ ദൈവം നമ്മളെ പാറ്റുവാൻ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ ഈ വിശ്വാസ ഗോളത്തില് നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല ഹല്ലേലൂയ നമ്മൾ നല്ലവരായിട്ട് ആണ് എന്ന് നമ്മൾ തോന്നരുത്. എല്ലാം അവന്റെ കൃപയാണ്. നമ്മൾ പറയേണ്ടത് ദൈവമേ നിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഓരോ ദിവസവും നിൽക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്റെ കഴിവുകൊണ്ട്, എന്റെ ബുദ്ധിശക്തി കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട് എനിക്ക് നിൽക്കുവാൻ കഴിയില്ല. ഞാൻ
ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ അവന്റെ അവസാന കാലത്ത് ഹല്ലേലൂയ ദൈവവചനം നന്നായി അറിയുന്ന ശലോമോൻ എന്ത് ചെയ്തു? അവൻ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പോയതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ അത് അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ മാറിപ്പോയി. പക്ഷേ അവൻ ദൈവകൃപയില് അവൻ ആശ്രയിച്ചില്ല. ഹല്ലേലൂയ ദൈവം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും ദൈവത്തിന്റെ മഹത്വം കാണുകയും ചെയ്ത ആ ശലോമോൻ തൻ സ്വന്തം വിവേകത്തിൽ ഊന്നിയപ്പോൾ അവൻ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോയതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നാതെ യേശുവിന്റെ കൃപ, അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നമ്മുടെ അറിവുകൊണ്ട് ലോകപരമായി നമുക്ക് പല അറിവുകളുമുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവവചനത്തെ നോക്കുമ്പോൾ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയില്ല. ഈ മക്കളക്കാരത്തെ മറിയുണ്ടല്ലോ, അവൾ എന്തുകൊണ്ടാണ് അവിടെ ചെന്നത്? ഹല്ലേലൂയ യേശു പറഞ്ഞത് അവൾ വിശ്വസിച്ചത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരൊക്കെ ലോകത്തിന്റെ ജ്ഞാനം നോക്കി, ലോകത്തിന്റെ അറിവ് നോക്കുമ്പോൾ 3-ാം ദിവസം മരിച്ച ഒരാള് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് അസാധ്യമാണ്, ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതാണ്. പക്ഷേ ഈ മറ്റക്കാലത്ത് മറിയുണ്ടല്ലോ, ഈ ഭ്രാന്തിയായി നടന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവൾ യേശു പറഞ്ഞത് ലോകത്തിന്റെ ജ്ഞാനത്തെ നോക്കിയല്ല അവൾ വിശ്വസിച്ചത്, യേശുവിന്റെ വചനം അതേപോലെ അവൾ വിശ്വസിച്ചു. അതേപോലെ വിശ്വസിച്ചതുകൊണ്ടാണ് അവൾ ആ ഏറ്റവും ആദ്യം യേശു അവൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരൻസിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെയാണ്. ഹല്ലേലൂയ യേശു ആദ്യം കണ്ടത് തന്നെ പ്രസവിച്ച അമ്മയെയല്ല, തന്റെ ശിഷ്യന്മാരെയല്ല. യേശുവിനെ സ്ത്രീ എന്നോ പുരുഷനെന്നോ യേശുവിന് ഇല്ല. യേശു ആരാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അവന് വേണ്ടിയാണ്, അവർക്കാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്, അവർക്ക് വേണ്ടിയാണ് യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ സ്ത്രീ ഹല്ലേലൂയ അവൾ യേശു പറഞ്ഞത് ലോകത്തിന്റെ ജ്ഞാനം നോക്കിയല്ല അവൾ വിശ്വസിച്ചത്. അവൾക്ക് ഒന്നേ അറിയുള്ളൂ, ഞാനൊരു മാനസിക രോഗിയായിരുന്നു. ഞാൻ ഈ ലോകത്തില് ഹല്ലേലൂയ ലോകത്തിൽ എല്ലാവരും എന്നെ ആട്ടിപ്പായ്ക്കുകയായിരുന്നു. അങ്ങനെ ആട്ടിപ്പായ്ച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്റെ ആ 7 ഭൂതങ്ങളെ പുറത്താക്കി എനിക്ക് സുബോധം വരുത്തി. ആ സുബോധം വരുത്തിയ ദൈവം അവൻ എന്തു പറഞ്ഞാലും അതുപോലെ വിശ്വസിക്കുന്നവനാണ് എന്റെ ദൈവമെന്ന് അവൾ പറയുകയാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കി. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിലും ഒരുത്തൻ മാത്രമോ അവന്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞത്. ഹല്ലേലൂയ അവന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശമര്യഗലിയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന്റെ മുമ്പിൽ വന്നു. അവർക്ക് അവൻ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ ഒരുവൻ വന്ന്, അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധമായി തീർന്നു. 9 പേർ ഇവിടെ ഈ അന്യ ജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. ഈ 10 കുഷ്ഠരോഗികളേക്ക് യേശു സൗഖ്യം കൊടുത്തു. ഈ അന്യജാതിക്കാരൻ ആയ ശമര്യക്കാരനായ ഒരുത്തൻ മാത്രമാണ് വന്ന് യേശുവിന് മഹത്വം കൊടുത്തത്. ആ 9 പേര് യേശുവിന് മഹത്വം കൊടുക്കുവാനായിട്ട് വന്നില്ല. ഒരുപക്ഷെ അവർ യഹൂദന്മാരായിരിക്കാം, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കാം. പക്ഷേ ഇവർ മാത്രമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് വന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് തന്ന ഉപകാരത്തിനൊത്തം അവന് മഹത്വം കൊടുക്കണം. 50 വെള്ളിക്കാശും 500 വെള്ളിക്കാശും 2 പേർക്ക് ഇളച്ചു കൊടുത്തു. ആരധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 500 വെള്ളിക്കാശ് കൊടുത്തവൻ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് എത്ര നന്മകൾ തന്നു. ആ നന്മകൾക്ക് അനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ അതനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ്. ഞാൻ നിന്റെ ജീവിതയാത്രയിൽ നീ ചോദിച്ചതെല്ലാം നിനക്ക് തന്നു, പക്ഷേ നീ അതനുസരിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ അതനുസരിച്ച് എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ പത്രോസിനോട് ദൈവം ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരിൽ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഹല്ലേലൂയ അവന് മനസ്സിലായി, പത്രോസിന് മനസ്സിലായി.
ഹല്ലേലൂയ. എല്ലാം നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധിക്കുകയുള്ളൂ എന്ന് പത്രോസിന് മനസ്സിലാവുകയാണ്. എന്റെ കഴിവുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തോട് ചേർന്ന് അധികമായി നിൽക്കുവാനോ എനിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ ഗോതമ്പ് പോലെ പാറ്റുന്നതിന് വേണ്ടി യേശുവിനോട് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുവാദം അവൻ കൊടുത്താൽ നമ്മളിൽ എത്ര പേര് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമെന്ന് നമുക്ക് അറിയില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നുകൊണ്ട് ദൈവം സാത്താന്റെ കയ്യിൽ നമ്മളെ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ വേലികെട്ടി സൂക്ഷിക്കുകയാണ്. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യോബിനെ ദൈവം ഒന്ന് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. വിട്ടുകൊടുത്തപ്പോൾ അവന്റെ 10 മക്കൾ അവനെ നഷ്ടപ്പെട്ടു പോയി. അവന്റെ സമ്പത്ത് എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി. നിഷ്കളങ്കൻ, നീതിമാൻ, ദോഷം വിട്ടകന്നവൻ എന്റെ ദാസനായ യോബിന് മേലോ നീ ദൃഷ്ടി വച്ചത് എന്ന് പറയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവം നമ്മളെ വേലികെട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിനും കഴിയുകയില്ല. പത്രോസ് ദൈവത്തിന്റെ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ട് അവൻ പോയി അതിദുഃഖത്തോടെ കരയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും, ഹല്ലേലൂയ, കോഴി കൂമ്പുമ്പോൾ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയില്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കരയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെ കരയുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന്, ഹല്ലേലൂയ, ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, പുസ്തകം തുറന്ന് വായിപ്പാനും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കരഞ്ഞു എന്ന് യോഹന്നാൻ പറയുകയാണ്. അല്ലെങ്കിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസില്, ഹല്ലേലൂയ, പത്മോസിലായിരുന്നപ്പോൾ അവൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ പുസ്തകം തുറപ്പാനും അത് തുറന്ന് വായിപ്പാനും അത് നോക്കുവാനും യോഗ്യനായ ആരെയും കണ്ടില്ല. ഈ ദൈവത്തിന്റെ വചനം, ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യനായ ആരെയും ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ കരയുകയാണ്. അപ്പോൾ മൂപ്പന്മാരോരുത്തനോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിന്റെ സംഭവവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് അതിന് തുറപ്പാനും ഹല്ലേലൂയ മുദ്ര പൊട്ടിക്കുവാനും ജയം പ്രാപിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, യേശുവോട് സ്ത്രീയെ നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരെന്ന് നിരൂപിച്ചിട്ട് അവൻ യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവർക്ക് ഏറ്റവും ആദ്യം 7 ഭൂതങ്ങളെ പുറത്താക്കിയ ആ മക്തക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനാവുകയാണ്. യേശു പ്രത്യക്ഷനായിട്ട് യേശു പറയുകയാണ്, മകളെ നീ കരയണ്ട, നീ ആരെ തിരയുന്നു? ഹല്ലേലൂയ. അവളുടെ ആ വലിയ സ്നേഹമുണ്ടല്ലോ, ആ ശിഷ്യന്മാർക്കില്ലാത്ത സ്നേഹം, സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹം, ആ 7 ഭൂതങ്ങളെ പുറത്താക്കിയ ആ മക്തക്കാരത്തി മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, അവളുടെ ആ സ്നേഹം കൊണ്ടോ, ഹല്ലേലൂയ, ലോകത്തില് ആ ഭയത്തെ, അമിതമായ സ്നേഹം ഭയത്തെ ഒഴിവാക്കുന്നു, ഭയമില്ലാതെയാക്കുന്നു. ഒരു ഭയവുമില്ലാതെ അവൾ അവിടെ ചെന്ന് യേശുവിന്റെ കാൽക്കൽ അവൾ വീഴുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിന്റെ കല്ലറയ്ക്കല് അവൾ നിൽക്കുകയാണ്. ഒരു ആരോഗ്യവതിയായ സ്ത്രീ, പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ, റോമൻ പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ അവൾ അവിടെ ചെന്ന് ചെല്ലുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ കരയേണ്ടത് യേശുവിന്റെ മുമ്പിലാണ് കരയേണ്ടത്. യേശുവിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞാൽ അതിന് ഒരു മറുപടി ഉണ്ട്. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ ഒരു മറുപടി പ്രതീക്ഷിക്കുവാൻ സാധ്യത കുറവാണ്. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നത് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ? ഹന്ന കരഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഹന്നയ്ക്ക് ശൗമേൽ ബാലനെ കൊടുത്തു. ഹല്ലേലൂയ. പത്രോസ് കരഞ്ഞു, നമ്മൾ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്തക്കാരത്തി മറിയ അവൾ കരയുന്നത് നമ്മൾ കണ്ടു. നയിലെ വിധവ അവൾ കരഞ്ഞപ്പോൾ മരിച്ച അവളുടെ മകന്, ഹല്ലേലൂയ, ദൈവം സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. ആരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം, ഹല്ലേലൂയ, ഒരു വിടുതൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ദിവസം കർത്താവേ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ
കരയുവാൻ, ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകരുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ